അതിവിടെ ഉണ്ടായി എന്നാണ്. അതുകൊണ്ട് പല ആചാരങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് കയറി വന്നു എന്നാ. ഇത് ഇദ്ദേഹം മാത്രം പറയുകയല്ല, നേരെ മറിച്ച് ഇസ്ലാമിക വിജ്ഞാനകോശം എന്ന് പറഞ്ഞ് ഹുസൈൻ രണ്ടത്താണ് എഡിറ്റർ ഇൻ ചീഫായിട്ടുള്ള പൂങ്കാവനം പബ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ള വിജ്ഞാനകോശത്തിലും ഇതേ കാര്യം പറയുന്നത് കാണാം. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് അല്ലെങ്കിൽ മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന നമുക്കറിയാം ഹൈന്ദവ സഹോദരങ്ങളാണ്. അവർ പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി പിന്നീട് മുസ്ലിമായവരാണ്. നമ്മുടെ പിതാക്കന്മാർ മുൻഗാമികൾ അങ്ങനെ കുറേ അന്വേഷിച്ച് ചെന്നാൽ പിന്നീട് കുറേ ഹൈന്ദവ വിശ്വാസികളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസങ്ങൾ കൊണ്ടു നടന്നവരൊക്കെയോ ആയിരിക്കും. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണെങ്കിൽ മതം മാറിയ ജനം പൂർവ്വ ആചാരങ്ങൾ നിലനിർത്തിയതിനാൽ പല ഹിന്ദു ആചാരങ്ങളും മുസ്ലിം വേഷത്തിൽ പുനരവതീർണമായി എന്നാണ്. ഒരു കാലഘട്ടത്തിൽ ഹൈന്ദവരായി ജീവിച്ചിരുന്നവർ പിന്നീട് മുസ്ലിമായി. അങ്ങനെ മതം മാറിയ ജനം പൂർവ്വ ആചാരങ്ങൾ നിലനിർത്തിയതിനാൽ പല ഹിന്ദു ആചാരങ്ങളും മുസ്ലിം വേഷത്തിൽ പുനരവതീർണമായി. ഇരുപ്പിലും നടപ്പിലും ഇത് ദൃശ്യമായി. വിദേശ മുസ്ലിങ്ങളുടെ ആചാരങ്ങളും അവരെ സ്വാധീനിച്ചിരുന്നു. മുസ്ലിം ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെ മിശ്രിതമായി എന്നാണ്. കണ്ടോ, മുസ്ലിം ഇന്ത്യയുടെ സംസ്കാരം ഒരു മിശ്രിത സംസ്കാരമായി മാറിയുന്ന ഇസ്ലാമിൻ്റെ തനിമ, അതിൻ്റെ വ്യക്തത അതങ്ങനെ തന്നെ ഉൾക്കൊള്ളേണ്ടതിന് പകരം ഒരു മിശ്രിത സംസ്കാരം അത് ഉൾക്കൊണ്ടുവന്ന കേരളത്തിലെ സമൂഹം. അങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ സ്ത്രീധനം കടന്നു വന്നത് എന്നതിൽ പറയുന്നുണ്ട്. സ്ത്രീധനം ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചില്ല. ഇസ്ലാമിക സമൂഹം ഒരിക്കലും ഉൾക്കൊള്ളുന്നതല്ലത്, പ്രവാചകൻ പഠിപ്പിച്ചതല്ലത്. പിന്നെ മുസ്ലിം സമൂഹത്തിലേക്ക് എങ്ങനെ കടന്നു വന്നു? ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്ന ആചാരം, ആ ആചാരം അങ്ങനെ തന്നെ ഈ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നു എന്നാ. അങ്ങനെ ഇസ്ലാമിൻ്റെ തനിമ അത് അങ്ങനെ തന്നെ ആസ്വദിക്കേണ്ടതിന് പകരം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന അവസ്ഥ മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിരുന്ന. അതുകൊണ്ട് നമ്മുടെ ആചാരങ്ങൾ പലപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എത്രത്തോളം നമ്മുടെ ഈ അടുത്ത് നടക്കുന്ന കാഞ്ഞിരമുറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നടക്കുന്ന ഉറൂസ്, ആ ഉറൂസുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വന്ന ഒരു കോട്ടിങ് മാത്രം ഞാൻ ഇവിടെ വായിക്കാം. അതിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുകയും ചെയ്യാം. ആ സ്ക്രീനിൽ നിങ്ങൾ കണ്ടോളൂ, ഞാനിവിടെ വായിക്കാം. എന്താണ്? ഭക്തിയുടെ നിറവിൽ ഉറൂസ് കൊടികൾ ഉയർന്നു. കാഞ്ഞിരമുറ്റം ആയിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നുയർന്ന തക്ബീർ ധ്വനികളുടെ അകമ്പടിയോടെ കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദുദ്ദീൻ മക്ബറയിൽ ഞായറാഴ്ച ഉറൂസ് കൊടികൾ ഉയർന്നു. പ്രസിദ്ധമായ കൊടികുത്ത് ദർശിക്കാൻ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പള്ളി അങ്കണത്തിൽ തിങ്ങി നിറഞ്ഞിരുന്നു. ആചാരപ്രകാരം കല്ലൂപ്പറമ്പിൽ നിന്നും ചൂണ്ടക്കാട്ട് നിന്നും ആനപ്പുറത്തേറ്റി മറ്റ് 3 ആനകളുടെയും ചെണ്ടമേളം, ദഫ്